ധർമ്മത്തിനും നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയ സർക്കാരാണ് എൻ.ഡി.എ സർക്കാരെന്നും ജനങ്ങളെ വഞ്ചിക്കാത്ത സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലും എൻ.ഡി.എ വലിയ നേട്ടമുണ്ടാകുമെന്നും കുമ്മനം രാജശേഖരൻ ജനം ടിവിയോട് പറഞ്ഞു. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ മണ്ഡലത്തിലും വോട്ട് ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവായ കുമ്മനം രാജശേഖരനാണ്. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പ് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സത്യസന്ധമായ നിലപാടാണ് എൻ.ഡി.എയുടേത്. മറ്റേ UDF-ഉം LDF-ഉം എന്നൊക്കെ പറയുന്നത് പറഞ്ഞ് പഴകി ദ്രവിച്ചു പോയ മാമൂലുകളും വാഗ്ദാനങ്ങളും ഒക്കെ പൊക്കിയെടുത്ത് പൊടി തട്ടിയെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും അവതരിപ്പിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും നടപ്പിലാക്കിയതിൻ്റെ യാതൊരു അവകാശവാദമില്ല, നേട്ടങ്ങൾ പറയാനില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുത്തതിനെക്കുറിച്ചൊരു ചരിത്രമില്ല. പക്ഷേ NDAക്ക് അങ്ങനെയല്ല. വ്യക്തമാണ്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിരവധി കാര്യങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പിലാക്കി. ജനങ്ങൾക്കറിയേണ്ടത് പറഞ്ഞത് നടപ്പിലാക്കുന്നവർക്ക് വോട്ട് കൊടുക്കണമെന്നുള്ളതാണ്. വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നവരെയല്ല, പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവരെയാണ് ജനങ്ങൾക്ക് വിശ്വാസം. അതുകൊണ്ട് മോഡിയിൽ വിശ്വാസമുണ്ട്. ഇനി രണ്ടാമത്, ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു തരത്തിലും അതിൽ മായം ചേർക്കാതെ, ജനങ്ങളെ വഞ്ചിക്കാതെ, കബളിപ്പിക്കാതെ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണം. ഇവിടെ UDF-ഉം LDF-ഉം സത്യസന്ധമായ നിലപാടല്ല, അവർ ഒളിച്ചു കളിക്കുകയാണ്. കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ അവരൊന്നാണ്, കേരളത്തിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുകയാണ്. ഇത് ജനങ്ങളെ പറ്റിക്കാനാണ്. ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെ VD സതീശൻ പറയുന്നു, രാഹുൽ ഗാന്ധി വന്ന് മുഖ്യമന്ത്രി എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നു, NDAയോട് ചോദിക്കുന്നു. ഇതൊക്കെ വെറും ഒത്തുകളിയാണ്. രണ്ടു കൂട്ടരും കൂടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഈ നാടകം നടക്കുന്നത്. ഇതൊരു നാടകമാണ്. തിരക്കഥ അവർ ഒളിവിലിരുന്ന് അല്ലെങ്കിൽ പിന്നിലിരുന്ന്, കർട്ടൻ്റെ പിന്നിലിരുന്ന് തയ്യാറാക്കിയതാണ്, ആരും അറിയാതെ തയ്യാറാക്കിയതാണ്. ഈ വേല ഇവിടെ ചെലവാകില്ല എന്ന് മാത്രമേ എനിക്ക് VD സതീശനോടും പിണറായി വിജയനോടും പറയാനുള്ളൂ. ജനങ്ങൾക്ക് ആവശ്യം സത്യസന്ധമായ രാഷ്ട്രീയമാണ്, സംശുദ്ധമായ രാഷ്ട്രീയമാണ്, അഴിമതിയില്ലാത്ത ഭരണമാണ്. നരേന്ദ്രമോദി അഴിമതിക്കാരെയാണ് പിടികൂടിക്കൊണ്ട് ജയിലിലിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമായി. മൂന്നാമത്തെ കാര്യം, ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഇവിടെ അടിസ്ഥാന ആവശ്യം എന്താണ്? ഭക്ഷ്യധാന്യം വേണം, അരി വേണം, വെള്ളം വേണം, വീടുകൾ വേണം, തൊഴിൽ വേണം, വൈദ്യുതി വേണം, ആരോഗ്യത്തിന് മരുന്ന് വേണം, അതുപോലെ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, റോഡ് വേണം, റെയിൽ വേണം. ഇതെല്ലാം നടപ്പിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങളോട് പറയുന്നത്. മറ്റവർക്കൊന്നും പറയാനില്ല. എന്ത് നടപ്പിലാക്കി? LDF എന്ത് നടപ്പിലാക്കി? ഈ കേരളത്തിൽ ഇവിടെ 4.5 ലക്ഷം കോടി രൂപയുടെ കടമല്ലാതെ എന്താണ് നടപ്പിലാക്കി? വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? അവശകലാകാരന്മാർക്ക് പെൻഷനുണ്ടോ? അല്ലെങ്കിൽ കർഷക തൊഴിലാളികൾക്ക് പെൻഷനുണ്ടോ? തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് എല്ലാം കൊടുക്കുകയാണ്. എല്ലാം. കുടിക്കാൻ വെള്ളം കൊടുക്കും. ഇവിടെ ജനങ്ങൾക്ക് അരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നദാതാവാണ്. വാസ്തവത്തിൽ 15.5 ലക്ഷം ടൺ അരിയാണ് കേരളത്തിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം. 5 കിലോ അരിയാണ് ഇവിടെ സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ആണ് ഗവൺമെൻറ് ലക്ഷ്യം. അതുകൊണ്ട് മോഡി അന്നദാതാവാണ്. അതേസമയം ഉച്ചക്കഞ്ഞിക്ക് അരി കൊടുക്കാതെ, കുട്ടികളെ പട്ടിണിക്കിട്ട, അല്ലെങ്കിൽ അംഗനവാടിയിൽ കൊടുക്കാതെ അന്നം മുടക്കിയാണ് ഇവിടെ കഴിക്കുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നരേന്ദ്രമോദി അന്നദാതാവാണ്, പിണറായി വിജയൻ അന്നം മുടക്കിയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ LDF-ഉം UDF-ഉം ഉന്നയിക്കുന്നത് BJPയെ 3ാം സ്ഥാനത്തേക്ക് തള്ളുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം. അത് തള്ളപ്പെടും എന്നുള്ളതാണ്. അത് എത്രത്തോളം വാസ്തവമാണ്? അദ്ദേഹത്തിന് പല മോഹങ്ങളും കാണും. ആ മോഹങ്ങളൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. ഇത് എത്രയോ നാളുകളായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 9 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനമാണ്. നെക്ക് മത്സരം നടന്ന സ്ഥലമാണ്, 2ാം സ്ഥാനമാണ്. അതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്രയോ സ്ഥലങ്ങളിൽ വിജയിച്ചിരിക്കുന്നു, എത്രയോ പഞ്ചായത്തുകൾ ഭരിക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മോഹങ്ങളാണ്, സ്വപ്നങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ പൊട്ടിവിടർന്ന ചില സങ്കല്പങ്ങൾ മാത്രമാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യവും നടക്കാറില്ല. ജനങ്ങൾക്കറിയാം, അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനവും ഇവിടെ നടപ്പിലായിട്ടില്ല. അതുകൊണ്ട് ഇതും ഒരു പൊള്ളയായ ഒരു കാര്യം മാത്രമാണ്, യാതൊരു അർത്ഥവുമില്ല. പ്രധാനമായി UDF-ഉം LDF-ഉം ഉന്നയിക്കുന്നത് പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് NDA പറയുന്നത്.
കൃഷ്ണകുമാറിനും വിജേഷിനുമൊപ്പം വി സോമകൃഷ്ണ, ജനം.